നമസ്കാരം. ദേവ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്നും വിഷയം ബിനു അടിമാലി ജിനേഷ് കേസ് തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസം നമ്മൾ 2 വീഡിയോ ചെയ്തു. ഒന്ന് ജിനേഷിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾ ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തന്നെ ബിനു അടിമാലിയെ ഫോൺ ചെയ്തിട്ട് ആ ഓഡിയോ ക്ലിപ്പും നിങ്ങളെ കേൾപ്പിച്ചു. അപ്പോൾ അത് കേട്ട സമയത്ത് ബിനു അടിമാലിയുടെ ഭാഗത്ത് എന്തൊക്കെയോ ന്യായങ്ങളുണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ അന്നും ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ജനേഷിന്റെ ഭാഗം നമ്മൾ കേട്ടു, ബിനു അടിമാലിയുടെ ഭാഗം കേട്ടു. ഇതിന്റെ എക്സാക്ട് ഇഷ്യൂ പറയാൻ പറ്റുന്നത് ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ അന്ന് അവിടെ ഉണ്ടായിരുന്ന വ്യക്തികൾക്കാണ്. ഇപ്പൊ ജനേഷിന്റെ ആരോപണം എന്ന് പറയുന്നത് ബിനു അടിമാലി ഫ്ലവേഴ്സ് ചാനലിൽ നടന്ന പ്രോഗ്രാമിനിടയ്ക്ക് വെച്ചിട്ട് ജനേഷിനെ റൂമിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയും അവിടെയിട്ട് മർദ്ദിച്ചു, ക്യാമറ തല്ലിപ്പൊളിച്ചു എന്നൊക്കെയായിരുന്നു കേസ്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ പറയാൻ കഴിയുന്നത് ഒന്നുകിൽ ആ ഷോ ഡയറക്ടർക്കായിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സിനായിരിക്കണം. പക്ഷെ ഇവരാരും തന്നെ ഇത് പുറത്തു പറയാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിന് പ്രത്യേകിച്ച് ഡെവലപ്മെന്റ്സ് ഒന്നും ഇല്ലാതിരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് സ്റ്റാർ മാജിക്കിന്റെ ക്രൂ മെമ്പേഴ്സ് ആരും തന്നെ പ്രതികരിക്കാത്തത് കൊണ്ട് ജനേഷ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഓഡിയോ ക്ലിപ്പ് ആരുടേതാണെന്ന് ചോദിച്ചാൽ സ്റ്റാർ മാജിക്കിന്റെ പ്രോഗ്രാം ഡയറക്ടറായ അനൂപ് ജോണിന്റെ ഓഡിയോ ക്ലിപ്പാണ്. ഇവർ തമ്മിലുള്ള സംഭാഷണം, ഈ ഒരു ഇഷ്യൂവിനൊക്കെ ശേഷം ജനേഷും അനൂപ് ജോണും തമ്മിലുള്ള സംഭാഷണമാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് ആ സംഭാഷണം ഒന്ന് കേട്ടു നോക്കാം. ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും ആരുടെ ഭാഗത്താണ് ന്യായമുള്ളതെന്ന്. ഞാൻ അന്നും പറഞ്ഞു, ഇന്നും ഞാൻ പറയുന്നു, ആരെയും വിധിക്കാൻ നമ്മൾ ആളല്ല. പക്ഷേ സത്യം നമ്മൾ തിരിച്ചറിയണം. ആരാണ് കള്ളം പറയുന്നത്, ആരാണ് സത്യം പറയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് എന്തായാലും ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം. ഇതിനെപ്പറ്റി പറയണമെങ്കിൽ ശ്രീകണ്ഠ സാറിന്റെ പെർമിഷൻ വേണം. അപ്പൊ അത് സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സാർ എന്താ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് എന്തെങ്കിലും പറയാണ്ട് എനിക്ക് അതിനെ പറ്റി ഒരു സാധനം പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഓഫീസിലല്ലേ വർക്കണത്. അപ്പൊ സ്വന്തമായിട്ട് ഞാൻ പ്രൊഡക്ഷൻ നടത്താണെങ്കിൽ നമുക്ക് ഷാർപ്പായിട്ട് പറയാം, അങ്ങനെ സാധനം സംഭവിച്ചു എന്ന് പറയാലോ. അല്ല, ഇപ്പൊ സാറിന്റെ അടുത്ത് ചോദിക്കും നിന്റെ നിലപാട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാറിന്റെ അടുത്ത് പറയണം. ശ്രീകണ്ഠ സാർ എം ഡി ആണല്ലോ, സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേസ്. എനിക്ക് അതിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളിയുടെ അടുത്ത് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. അതെന്താണ് നിന്റെ ഒരു നിലപാട് എന്താന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞാൻ നിനക്ക് സംസാരിക്കാം. നിനക്കിപ്പോ നിന്റെ സാധനം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഈ സാധനം വിടുവോ നീ? ഇല്ലടാ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ആളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഞാനത് ചെയ്തിട്ടില്ല. ഈ ആരോപണങ്ങൾ എന്റെ പിന്നാലെ ഒരു ഇതിനെ പറ്റി ഉണ്ടാവാനും പാടില്ല. പിന്നെ ഞാനത് ന്യായമായ കാര്യമാണ് നീ പറയണത്, ശരിയാണ്. ലീഗലായിട്ട് പോവാന്നുള്ള കണ്ടീഷനിൽ നിന്നായിരുന്നേ. അപ്പൊ ചേട്ടൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ബിനുവായിട്ട് ഞാൻ അതിന് ശേഷം സംസാരിച്ചിട്ടില്ല, അന്ന് അവിടുന്ന് പോയതിനു ശേഷം. അല്ല, എനിക്ക് ആളെ ഇതിപ്പോ ഞാൻ നാറ്റിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമില്ല. എനിക്ക് ഇതിപ്പോ ശല്യമായിട്ടുള്ള ലാസ്റ്റ് പ്രാവശ്യം കോംപ്രമൈസ് ചെയ്തു, വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആൾക്ക് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, ഞാനത് ഞാൻ ചെയ്തിട്ടില്ല. അത് അങ്ങനെ ആരും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഈ സംഭവമൊക്കെ എനിക്ക് ന്യൂസ് ആക്കായിരുന്നു. അല്ല, എനിക്കറിയാതെ കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ ഇതില് എനിക്കും ഇതുണ്ട്, വിഷമമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു നടന്നവിടെ. പുള്ളിയുടെ ഹൈപ്പർ ടെൻഷൻ കാരണം കയറി ഒരാൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത വകുപ്പ്. അത് ഞാൻ പുള്ളിനെ സേവ് ചെയ്യാനൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത് കമ്പനിയുടെ അകത്ത് വരുമ്പോ നമുക്ക് അതനുസരിച്ചല്ലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഓഡിയോ കേൾക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ബിനു അടിമാലി ജനേഷിനെ മർദ്ദിച്ചിട്ടുണ്ട്. ഇത് സംസാരിച്ചിരിക്കുന്നത് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഷോ ഡയറക്ടർ അനൂപ് ജോൺ തന്നെയാണ്. അനൂപ് ജോണിന്റെ വോയിസ് ആണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോ ഇതില് ബിനു അടിമാലി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ജനേഷ് ഫേമസ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയതും ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കി നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നത് എന്നൊരു വാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ജനേഷ് പറയുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണം എന്നൊരു ആഗ്രഹമില്ല, പക്ഷെ എനിക്ക് എന്റെ നഷ്ടം നികത്തി കിട്ടണം എന്നാണ് ജനേഷ് ആവശ്യപ്പെടുന്നത്. അത് ന്യായമായ ഒരു ആവശ്യം തന്നെയാണ്. അയാളുടെ ഉപജീവന മാർഗമായ ക്യാമറ അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു മേടിച്ചു കൊടുക്കേണ്ടത് നശിപ്പിച്ച ആളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി ഇയാള് കഴിഞ്ഞ ഇത്രയും ദിവസം കാത്തിരുന്നു. പക്ഷെ ചാനലിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ പ്രത്യേകിച്ച് ഒരു നീക്കവും ഉണ്ടാവാതെ വന്നപ്പോഴാണ് ജനേഷ് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് സ്പ്രെഡ് ചെയ്തത്. ന്യായം ആരുടെ ഭാഗത്താണെന്ന് ഇപ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അന്ന് പറഞ്ഞ പോയിന്റ് തന്നെ ഉറച്ചു നിൽക്കുന്നു.
നമ്മൾ ആരെയും വെളുപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സത്യം ആരുടെ ഭാഗത്താണോ അത് പുറത്തു വരണം. അപ്പോൾ ആദ്യം ജനേഷിന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് എല്ലാവരും ബിനു അടിമാലിയെ ചീത്ത പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, ബിനു അടിമാലിയുടെ വേർഷൻ കേട്ടില്ലല്ലോ. അത് കള്ളമായിക്കോട്ടെ സത്യമായിക്കോട്ടെ ആ ഒരു സൈഡും കൂടി നമ്മൾ കേൾക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. പ്രേക്ഷകർ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നവർ എന്ന ലെവലിൽ നമുക്കുണ്ട്. അപ്പോൾ ബിനു അടിമാലിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിനുശേഷം ഇതിന്റെ സത്യം എന്താണെന്ന് ഇപ്പൊ തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു മുൻപും ജനേഷ് തെളിവുകൾ നിരത്തിയിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തെളിവുകളായിരുന്നു. ഇപ്പോ ഒരു ഷോപ്പിൽ ക്യാമറ നന്നാക്കാൻ കൊടുത്തിട്ട് അതിന്റെ ബില്ല്, ഫേക്ക് ബില്ല് ഉണ്ടാക്കാൻ പറ്റും. FIRന്റെ കോപ്പി കൊണ്ടുവന്നു. FIRന്റെ കോപ്പി ഓൾറെഡി ബിനു അടിമാലി പറയുന്നുണ്ടായിരുന്നു, FIR ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം എവിഡൻസ് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണം ഒരിക്കലും ഒരു ചാനലിന്റെ ഡയറക്ടർ ഈ പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഫോൺ കോൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇവർ തമ്മിലുള്ള സംഭാഷണം തന്നെയാണ് ഈ ഒരു നമ്മൾ കേട്ട ഒരു ഓഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ കേസിലെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. ബിനു അടിമാലി ജനേഷിനെ മർദ്ദിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ബിനു അടിമാലിയെ ചാനലിൽ നിന്ന് 2 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 മാസത്തിന് ശേഷമാണ് ചാനൽ തിരിച്ചു വിളിച്ചത്. അതും ഷോ ഡയറക്ടറായ അനൂപ് പറയുന്നുണ്ട്. നമുക്ക് ആ ഓഡിയോ കൂടി കേൾക്കാം. 2 മാസം നമ്മൾ മാറ്റിയിരുന്നില്ലോ, അത് ക്ലിയർ ആണല്ലോ. അതിനകത്ത് നമ്മളൊരു പണിഷ്മെന്റ് ഇതാണല്ലോ കാര്യം. നീ ഓൾറെഡി നിനക്ക് അതിനുള്ള നീതി കിട്ടിയിട്ടുണ്ട്. 2 മാസം അയാളെ വിളിച്ച് പുറത്താക്കി. അപ്പോൾ അനൂപ് ജോൺ പറയുന്നുണ്ട് 2 മാസത്തേക്ക് അയാളെ മാറ്റി നിർത്തിയല്ലോ, നിനക്ക് അതിനുള്ള നീതി കിട്ടിയല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ നീതി എന്താണെന്ന് മനസ്സിലായില്ല. അതായത് ഒരു ആളുടെ ക്യാമറ, എനിക്ക് തോന്നുന്നു മുന്നേ ഉണ്ടായ പ്രശ്നത്തിന്റെ പേരിലാണെന്ന് തോന്നുന്നു 2 മാസം പുറത്താക്കിയത്. പക്ഷെ ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് ഈ പറയുന്ന മർദ്ദനവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്, ക്യാമറ നശിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഈ ക്യാമറ തിരിച്ച് ഒന്നുകിൽ അത് പഴയതുപോലെ നന്നാക്കി കൊടുക്കുക, അതല്ലെങ്കിൽ പുതിയ ക്യാമറ മേടിച്ചു കൊടുക്കുക. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തേ മതിയാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ബാക്കി കേസിന്റെ വഴിക്ക് പോകട്ടെ. എന്തായാലും സത്യം ആരുടെ ഭാഗത്താണ് എന്ന് ഇപ്പോ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ജനേഷിന് നീതി ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം.